നമസ്കാരം. ഞാൻ കീർത്തിരാജ് കിഴിയാർക്കുടന്. നമ്പൂതിരി ബിസിനസ് കൂട്ടായ്മയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് തൃശ്ശൂര് കൂൾ ഹൗസ് എന്ന സ്ഥാപനം നടത്തുന്ന കൈപ്പള്ളി വിഷ്ണുവേട്ടനാണ്. വിഷ്ണുവേട്ടന് നമസ്കാരം. താങ്ക് യു. സ്വാഗതം. അപ്പോൾ നമുക്ക് കൂടുതൽ വിഷ്ണുവേട്ടനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. വിഷ്ണുവേട്ടൻ എന്തൊക്കെ ഐറ്റംസ് ആണ് കൂൾ ഹൗസിലുള്ളത്? നമ്മളിവിടെ ചെയ്യുന്നത് മെയിനായിട്ട് എയർ കണ്ടീഷണേഴ്സ് ആണ്. അത് നമ്മൾ ഡക്റ്റബിൾ നോർമൽ സ്പ്ലിറ്റ് എ സി മുതൽ ഡക്റ്റബിൾ എ സി, സെൻട്രൽ എ സി എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. 2 ഡിവിഷനായിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മെയിനായിട്ട് നമ്മൾ സ്പ്ലിറ്റ് എ സി ആണ്. ഇവിടെ ഈ കൂൾ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര കാലം? കൂൾ ഹൗസിന്റെ സ്ഥാപനം ഇവിടെ തുടങ്ങിയത് 2005-ലാണ്. ഏകദേശം 17 വർഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര കമ്പനികൾ എ സികളുണ്ട്? നമ്മളിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് 7 കമ്പനികളുടെ ഡയറക്റ്റ് സെയിൽസും സർവീസും ആണ്. അതിൽ വോൾട്ടാസ്, BPL, IFP, ഹിറ്റാച്ചി, മിസ്തുബിഷി ഹെവി ഡ്യൂട്ടി, പിന്നെ ലോയിഡ്, അങ്ങനെയുള്ള മെയിൻ ബ്രാൻഡുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൻ്റെ സെയിൽസും സർവീസും നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇല്ലത്ത് എ സി വാങ്ങാൻ നേരം ഞാൻ ആദ്യം വിഷ്ണുവിനെയാണ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഷ്ണുവേട്ടൻ അത് പറഞ്ഞ സമയത്ത് തന്നെ എത്തിച്ചു തരും ചെയ്തു. അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ വിഷ്ണുവേട്ടൻ വിളിക്കുമ്പോഴേക്കും അപ്പോൾ തന്നെ കറക്റ്റായിട്ട് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പുറമെ 2-3 ആൾക്കാരെ അന്വേഷിച്ചപ്പോൾ ഏറ്റവും കുറവ് റേറ്റ് വിഷ്ണുവേട്ടൻ ആണ് എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ കെയർ ഓഫിൽ 2-3 ആൾക്കാർക്ക് എൻ്റെ റീസെൻ്റ്ലി പത്തനംതിട്ട എൻ്റെ വൈഫ് ഓഫീസിലേക്ക് എ സി വാങ്ങാൻ വേണ്ടിയിട്ട് അത് ഞാൻ വിഷ്ണുവിനോടാണ് പറഞ്ഞ് വിഷ്ണുവൻ തന്നെയാണ് അവരെയും ഡെലിവറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവേട്ടൻ ഡെലിവറി ചെയ്ത് തരും. അതിനുള്ള സർവീസ് കാര്യങ്ങളൊക്കെ വിഷ്ണുവേട്ടൻ ചെയ്തു തരുന്നുണ്ട്. പിന്നെ വിഷ്ണുവേട്ടൻ്റെ എ സി ഇപ്പോൾ പുതിയ ഒരാൾ എ സി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാൻ? ഇപ്പോൾ എ സി എന്ന് പറയുമ്പോൾ എ സി സെയിൽസ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ സെയിൽസും സർവീസ് ഡീലറും മാത്രമേ ചെയ്തിരുന്നത്. ഇപ്പോൾ റീറ്റെയിലിൽ നമുക്ക് എയർ കണ്ടീഷണർ ലഭ്യമാണ്. മാത്രമല്ല റീറ്റെയിലിൽ മാത്രമല്ല, ഇപ്പോൾ ഓൺലൈനിലും നമുക്ക് എ സി ലഭ്യമാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഓൺലൈനിലായാലും അല്ലെങ്കിൽ റീറ്റെയിലായാലും അത് അവർക്ക് സപ്ലൈ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇൻസ്റ്റലേഷനും സർവീസും കൊടുക്കേണ്ട ബാധ്യത കമ്പനിക്കാണ്. പക്ഷെ ഞങ്ങളുടെ വ്യത്യാസം, ഞങ്ങളുടെ പോലുള്ള ഓതറൈസ്ഡ് സെയിൽസ് ആൻഡ് സർവീസ് ഡീലർമാരുടെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത്, സെയിൽസും നമ്മളാണ് ചെയ്യുന്നത്, സർവീസും നമ്മളാണ് ചെയ്യുന്നത്, ഇൻസ്റ്റലേഷനും നമ്മളാണ് ചെയ്യുന്നത്. ഒരിക്കലും നമുക്കൊരു കമ്പനിയായിട്ട് ബന്ധപ്പെടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടും നമുക്ക് സർവീസ് ലഭിക്കുമെങ്കിലും നമ്മുടെ ഒരു ഡയറക്റ്റ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും സർവീസ് നമ്മളെ മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് കിട്ടാൻ എപ്പോഴും നല്ലത് സെയിൽസ് ആൻഡ് സർവീസ് ഡീലർമാരിലാണ്. കാരണം എയർ കണ്ടീഷണർ മറ്റ് പ്രോഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ അതിന് മെയിൻ്റനൻസ് ആവശ്യമുള്ളൊരു ഇതാണ്. മാത്രമല്ല നമ്മൾ എല്ലാ വർഷത്തിൽ 1-2 തവണയെങ്കിലും അത് സർവീസ് ചെയ്താൽ മാത്രമേ അതിന് ഫുൾ എഫിഷ്യൻസിയും കിട്ടുള്ളൂ, പവർ കൺസപ്ഷൻ്റെ സേവിങ്സും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സെയിൽസ് ആൻഡ് സർവീസ് ഡീലർമാരിൽ നിന്ന് എ സി വാങ്ങിച്ചാൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് മാത്രം. ബാക്കിയുള്ളവരും എ സി വിൽക്കുന്നുണ്ട്, വാങ്ങണ്ടാന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. ഇപ്പോൾ ഒരു 100 സ്ക്വയർ ഫീറ്റ് റൂം അല്ലെങ്കിൽ 200-300 സ്ക്വയർ ഫീറ്റ് റൂം, അതിനൊക്കെ ഏത് തരം എ സി ആണ് സാധാരണ യൂസ് ചെയ്യുക? നമ്മൾ ഇതിൽ ടണ്ണേജ് ആണ് എയർ കണ്ടീഷനിൽ പറയുക. 1 ടൺ, 1.5 ടൺ, 2 ടൺ, അങ്ങനെയൊക്കെയാണ്. 0.8 അങ്ങനെയൊക്കെയാണ് പറയുക. ഒരു 1 ടൺ എന്ന് പറഞ്ഞാൽ 12,000 BTU ആണ് അതിൻ്റെ കപ്പാസിറ്റി. അപ്പം അത്തരം 12,000 BTU എയർ മോളിക്യൂൾസിനെ ഒരു മണിക്കൂറിലേക്ക് തണുപ്പിക്കാൻ വേണ്ട റൂമിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ എ സി സെലക്ട് ചെയ്യാൻ. ഇതെപ്പോഴും സെലക്ഷനിലൊരു പ്രധാന കാര്യം തന്നെയാണ് റൂമിൻ്റെ സൈസ്. പിന്നെ മാത്രമല്ല, ബേസിക്കലി ചില റൂമുകൾക്ക് ഭയങ്കര ചൂട് കൂടുതലുണ്ടാവും, ചില റൂമിന് ചൂട് കുറവുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു ബേസിക് നോട്ടിൽ പറയുകയാണെങ്കിൽ ഏകദേശം 130 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മുറിയിലാണ് 1 ടൺ വെക്കുന്നത് എപ്പോഴും നന്നാവുക. കാരണം ഒരു കംഫർട്ട് ടെമ്പറേച്ചർ കിട്ടാൻ. ഒരു പക്ഷേ ഈ വർഷം നമുക്ക് ഒരു കംഫർട്ട് ടെമ്പറേച്ചർ ചിലപ്പോൾ കുറച്ചും കൂടി വലിയ, ഇപ്പോൾ ഇതിൽ 150 സ്ക്വയർ ഫീറ്റിൽ വെച്ചിട്ട് എനിക്ക് തണുപ്പ് കിട്ടിയിട്ടില്ല എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഓരോ വർഷം കൂടുന്തോറും ചൂട് കൂടുകയാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും എ സിയുടെ എഫിഷ്യൻസി കുറയുകയാണ്. കാരണം അതും പഴയതായി വരിക.
അപ്പം നമ്മളെപ്പോഴും ഒരു മുൻതൂക്കി കണ്ടുകൊണ്ട് തന്നെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ 1, 2, 3 കൊല്ലം കഴിയുമ്പോൾ പിന്നെ ഈ എ സിക്ക് തണുപ്പില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് പോയി. കാരണം അത്രയും എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. അപ്പം അതിന് ഒരു ത്രൂ ഔട്ട് ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടിയാൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു തമ്പ് റൂളിൽ പറയുകയാണെങ്കിൽ 130 സ്ക്വയർ ഫീറ്റിന് ഒരു ടണ്ണ്, ഒരു 180 സ്ക്വയർ ഫീറ്റ്, ഞാൻ പറയുന്നത് നീളമിൻ്റെ വീതി 10 അടിയാണ് നമ്മൾ ഹൈറ്റ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഒരു 230 സ്ക്വയർ ഫീറ്റിന് 2 ടൺ എന്ന് വെച്ച് കൊടുക്കുന്നതാണ് എപ്പോഴും നന്നാവുക. പിന്നെ ഈ എ സിയിലിപ്പോ നമ്മൾ 16 ഡിഗ്രി തൊട്ട് 24 ഡിഗ്രി 30 ഡിഗ്രി അങ്ങനെ സാധാരണ ഏത് ടെമ്പറേച്ചറിലാണ് നമുക്ക് എ സി ശരിക്ക് ഇടുന്നത് നല്ലത്? ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ കംഫർട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 24 ആണ്. എബവ് 24 യൂസ് ചെയ്യാനാണ് ശരിക്കും പറയുക. പിന്നെ ഇതിൽ നമ്മൾ 2-3 കാര്യങ്ങൾ കിടക്കണം. ഓരോ ദിക്കിലും ഹ്യൂമിഡിറ്റിയുടെ വേരിയേഷൻസ് ഉണ്ടാവും. കാരണം എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു തണുപ്പിക്കുന്ന ഒരു സാധനം മാത്രമല്ല, ഹ്യൂമിഡിറ്റിയും കൂടി കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കംഫർട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു കോൾഡ് റൂമിൽ പോയി കഴിഞ്ഞാൽ, ഒരു ഫ്രീസർ റൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കംഫർട്ട് കിട്ടുന്നില്ല. കാരണം അവിടെ ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഈ ശരിക്കും എ സി നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നത് ഈ കണക്കിലുള്ള 24 ഡിഗ്രിയേക്കാൾ പ്രധാനമായ പ്രശ്നം നമ്മൾ പുതയ്ക്കാതെ കിടക്കുന്ന കംഫർട്ട്. പുതയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി തണുപ്പ് കൂടിയെന്നാണ് അർത്ഥം. അപ്പോൾ ആ തണുപ്പ് മുറിയിലേക്ക് കൂടുമ്പോൾ അതനുസരിച്ച് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ 6% കറണ്ട് കാശാണ് നമുക്ക് കൂടുന്നത്. അപ്പം അതും മനസ്സിൽ കാണുക. പുതയ്ക്കാതെ കിടക്കുന്ന കംഫർട്ട് ടെമ്പറേച്ചർ ഏതാണെന്നുള്ളത് നമ്മൾ തന്നെ 1-2 ദിവസം കൊണ്ട് സെലക്ട് ചെയ്ത് നമുക്കറിയാം. ഇപ്പം ഇന്ന് 24 ഇട്ടു, നാളെ അത് കൂടുതലാണെന്ന് തോന്നിയാൽ അടുത്ത ദിവസം 25 ഇടുക. 25 ഇടുമ്പോൾ നമുക്ക് 6% കറണ്ട് കാശും കുറഞ്ഞു, നമ്മുടെ കംഫർട്ട് ടെമ്പറേച്ചറിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തു. അപ്പം അതനുസരിച്ച് ഉപയോഗിക്കണം. പിന്നെ കാരണം ഓരോരുത്തരുടെ ബോഡി ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ 24 അല്ലെങ്കിൽ 16 അതൊന്നും ഒരു കംഫർട്ട്, ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും WHO പറയുന്നത് 24 വിൽ ബി ദ ഐഡിയൽ കംഫർട്ട് ടെമ്പറേച്ചർ ഫോർ എ ഹ്യൂമൻ കംഫർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും 24-ന് മീത് ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പൊ സാധാരണ ഒരുവിധം എല്ലാ വീടുകളിലും എ സി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോ നിങ്ങളുടെ സെയിൽസ് കൂടും, അതിനനുസരിച്ച് നമുക്ക് സർവീസ് നൽകാൻ കഴിയുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 50-50 പോർഷനിൽ തന്നെ സെയിൽസ് നടത്തുന്നുള്ളൂ. കാരണം സെയിൽസ് എൻക്വയറീസ് കണ്ടമാനുണ്ട്. പക്ഷെ ഞാൻ എല്ലാ സെയിൽസ് എൻക്വയറീസും എടുക്കുന്നില്ല. കാരണം ഒന്നാമത് 2-3 കാര്യം, നമ്മൾ സെയിൽസ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, സർവീസും കൂടി കൊടുക്കണം. കാരണം എ സി ചിലപ്പോൾ ഇന്ന് നമ്മൾ സർവീസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ സെയിൽസ് മാത്രം ചെയ്താൽ ഈ പറയുന്ന കസ്റ്റമേഴ്സൊക്കെ ഒരു അടുത്ത വർഷം നമുക്ക് നഷ്ടപ്പെടും. കാരണം അവർക്ക് ഇതിന് മുമ്പ് നമ്മൾ കൊടുത്ത സർവീസ് കൊണ്ടാണ് നമ്മളെ തന്നെ അവർ തിരിച്ചു വിളിക്കുന്നത്. അപ്പം എപ്പോഴും നമ്മൾ സർവീസിനും കൂടി പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്ന. സെയിൽസ് മാത്രമല്ല, സെയിൽസിനോടൊപ്പം തന്നെ അത്രയും പ്രാധാന്യം 50% സെയിൽസും 50% സർവീസിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ച വിഷയത്തിന് വളരെയധികം നന്ദി. വളരെ നന്ദി. എന്തായാലും കീർത്തിരാജിനോട് എത്തിയതിലും ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞതിലും എല്ലാവിധ നന്ദിയും നമസ്കാരവും. താങ്ക് യു. ഇനിയും കൂൾ ഹൗസ് ഒരുപാട് എ സികൾ ഫിറ്റ് ചെയ്യട്ടെ, അവർക്ക് എല്ലാവർക്കും നല്ല സർവീസ് നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഒരു കവിതാ പുസ്തകം ഞാൻ എഴുതിയതാണ്. അത് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു. ശരി ശരി.